നല്ല വഴിക്ക് ഇറങ്ങുമ്പോ അഭിഷേകനും പോലെ മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടോളും. അശ്രീകരം. തുളസി എപ്പോഴാ വന്നേ? അയ്യടാ, തുളസി ഇല്ലാതിരുന്നപ്പോ വീർപ്പുമുടലായിരുന്നു എന്ന് തോന്നൂല്ലോ ചോദ്യം കേട്ടാ. എവിടെ കയറി പോവാടി? ഞാൻ നിങ്ങളുടെ വഴി മുടക്കാൻ വന്നവളല്ല. അത് നീ വിചാരിച്ചാ നടക്കൂല്ല. നിന്റെ ഒരു മന്ത്രവാദവും ഈ വീട്ടിൽ വില പോവില്ല. ഹോമവും പൂജയും തപസ്സും കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു കൂടോത്രവുമായിട്ട് ഈ വീട്ടിൽ വന്ന് അധികാരം സ്ഥാപിക്കാമെന്ന് നീ വിചാരിക്കണ്ട. എനിക്ക് ഈ വീട്ടിൽ അധികാരമുണ്ട്. എന്റെ അമ്മയുടെ ഏട്ടന്റെ വീടെന്ന അധികാരം. ആ അധികാരം ഉള്ളിടത്തോളം കാലം ഞാൻ ഇവിടെ വരികയും ചെയ്യും. നിങ്ങൾ എന്നെ തടയാൻ നോക്കണ്ട. നിന്നോട് സംസാരിച്ച് നേരം കളയാൻ ഞങ്ങൾക്ക് സമയമില്ല. ഞങ്ങൾക്ക് കുടുംബക്ഷേത്രത്തിലെത്തണം. അതിന് നിങ്ങളെ ഞാനല്ലല്ലോ, എന്നെ നിങ്ങളല്ലേ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. മാറുമോട്ട്. അടയ്ക്കുരു എത്തിയോ? എങ്ങനെയുണ്ടായിരുന്നു നിന്റെ വ്രതമൊക്കെ? അതൊക്കെ ഞാൻ പറയാം മാമ. ഡി, നിന്നോട് ഇറങ്ങി പോവാനല്ലേ പറഞ്ഞത്? ദുർഗേ, എനിക്കിഷ്ടമല്ല പ്രസാദേട്ട ഇവിളിവിടെ വരുന്നത്. നിന്റെ ഇഷ്ടം നോക്കിയല്ല ഇവളിവിടെ വന്നത്. ഇവൾക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ആദ്യം മോനെ സ്വന്തമാക്കാൻ വേണ്ടി പൂജയും വഴിപാടും ഒക്കെ നടത്തിയിട്ടാണ് അവള് വന്നിരിക്കുന്നത്. ഇവളുടെ ആ ആഗ്രഹം നടക്കില്ല. നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. തൃക്കോട്ടൂർ അമ്പലത്തിൽ ആദിക്ക് വേണ്ടി തുളസി കഠിന വ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞു. ആ വ്രതത്തിന്റെ ഫലം ഭഗവാൻ നിറവേറ്റാതിരിക്കില്ല. ഈ വീട്ടിനകത്ത് കയറി കൂടോത്രം നടത്താനാണ് ഭാവമെങ്കിൽ അതിന് ഞാൻ സമ്മതിക്കില്ല. നിന്റെ സമ്മതം ആർക്ക് വേണം? പ്രസാദേട്ടാ, ഇത് നമ്മുടെ ആദ്യമോന്റെ ജീവിതത്തിന്റെ പ്രശ്നമാ. അവന്റെ കാര്യത്തിൽ നിങ്ങളെക്കാൾ ഉത്തരവാദിത്വം എനിക്കുണ്ട്. അവനെ കണ്ട മന്ത്രവാദിനികളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങളൊക്കെ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഞാൻ തൃക്കോട്ടൂർ അമ്പലത്തിൽ വ്രതം ഇരിക്കാൻ പോയത് ആദ്യം വിവാഹം കഴിക്കാൻ വേണ്ടിയാണെന്നാണോ? പിന്നെ ഞാൻ വ്രതം എടുത്തത് എന്റെ മാമന്റെ അസുഖം എത്രയും പെട്ടെന്ന് ഭേദമാവാൻ വേണ്ടിട്ടാ. അന്ന് മാമൻ പാർക്കിൽ കുഴഞ്ഞു വീണതറിഞ്ഞ് ഡോക്ടർ ഇവിടെ വന്ന് മാമനെ പരിശോധിച്ചില്ലേ? അതെ. ഇവിടെ നിന്ന് ഡോക്ടറെ തിരിച്ചു പോകുമ്പോ ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നു. എന്താ കുട്ടി? ഞാൻ ഡോക്ടറെ വെയിറ്റ് ചെയ്യായിരുന്നു. എന്താ കാര്യം? മാമനിപ്പോ എങ്ങനെയുണ്ട് ഡോക്ടർ? എന്തായാലും കുട്ടിയെ കണ്ടത് നന്നായി. ഞാനിപ്പോ പ്രസാദ് സാറെ നോക്കിട്ട് വരുന്ന വഴിയാ. അറിയാം ഡോക്ടർ. അതാ ഞാൻ ഡോക്ടറെ കാണാൻ വെയിറ്റ് ചെയ്ത് നിന്നേ. മാമനിപ്പോ എങ്ങനെയുണ്ട്? വീട്ടിൽ ചെന്നപ്പോ അവിടെ പ്രസാദ് സാറിന്റെ വൈഫും വേറെ ഏതോ പെൺകുട്ടിയോ ഉണ്ടായിരുന്നത്. പിന്നെ വൈഫിനോട് പറയുന്നത് ശരിയല്ലല്ലോ. അപ്പോ ടെൻഷൻ അടിക്കാൻ എന്തോ ഉണ്ടെന്നല്ല അർത്ഥം? മാമന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഉണ്ട്, കുഴപ്പമുണ്ട്. സാറിന്റെ ജീവൻ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന നെഞ്ചുവേദന വളരെ അപകടകരമാണ്. പിന്നെ ഇന്ന് വഴിയിൽ സംഭവിച്ചതുപോലുള്ള അനുഭവങ്ങൾ ഇനിയും ഉണ്ടാവാൻ നോക്കണം. ഇനിയും ഇതുപോലെ ശരീരത്തിൽ ജലാംശം നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടായാൽ എന്താ ഡോക്ടർ? മെഡിക്കൽ സയൻസിന് അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിയുന്നു വരില്ല. പ്രസാദ് സാറിന്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം. ഒരു മിറാക്കിൾ, ഒരു അത്ഭുതം സാറിന്റെ കാര്യത്തിൽ സംഭവിക്കേണ്ടിയിരിക്കുന്നു. ശരി. മെഡിക്കൽ സയൻസിനെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോ പൂജ ചെയ്യണമെന്ന് ദുർഗാമ്മയോട് പറഞ്ഞാ അവരെന്നെ ചിലപ്പോ പരിഹസിച്ചു എന്ന് വരും. വേണ്ട, എന്തായാലും എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ഞാൻ ചെയ്യും. എന്ത് കഠിന വ്രതം എടുത്തിട്ടായാലും മാമന്റെ ജീവൻ ഞാൻ രക്ഷിച്ചിരിക്കും. എന്റെ മാമന്റെ ആയുസിന് വേണ്ടി ഞാൻ വ്രതം എടുത്തു. അതിന് ഫലം ഉണ്ടാവും, അതെനിക്ക് ഉറപ്പാ. എന്റെ ജീവന് വേണ്ടിയായിരുന്നു മോളെ.
നീ ഇത്രയും കഷ്ടപ്പെട്ട് വ്രതം എടുത്തത്? മാമൻ ഒരു അപകടവും വരില്ല. പരമശിവൻ എന്റെ പൂജയിൽ സംതൃപ്തനാണെന്ന് അവിടുത്തെ പൂജാരി പറഞ്ഞു. ഇവള് പറയുന്നൊന്നും വിശ്വസിക്കാൻ പറ്റില്ല അങ്കിൾ. അങ്കിളിന് വേണ്ടി ഞാൻ വേണമെങ്കിൽ വ്രതം ഇരിക്കാം. കുറച്ചു ദിവസം നോൺ കഴിക്കാൻ പാടില്ല എന്നല്ലേ ഉള്ളൂ. നിന്നെ സംബന്ധിച്ച് അത് തന്നെ കഠിന വ്രതമാണ്. പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ വേഗം പുറത്തു പോവാൻ നോക്ക്. ഓ, ദുർഗാമ്മയ്ക്ക് കുടുംബക്ഷേത്രത്തിലെത്താൻ മുഹൂർത്തം തെറ്റുമല്ലേ? ഞാനതങ്ങ് മറന്നുപോയി. കുടുംബക്ഷേത്രത്തില് അങ്ങനെ മുഹൂർത്തമൊന്നും ഇല്ലല്ലോ മോളെ. ആ ശരിയാ, മാമന വിവരമൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. എന്ത് വിവരം? ഇന്ന് കൃത്യം 11:30 ദാ നമ്മുടെ ആദിയും ഈ നിൽക്കുന്ന ആതിരയും തമ്മിൽ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് മോതിരമാറുന്ന ചടങ്ങ് നടക്കല്ലേ? ആ, എന്തായാലും ദുർഗാമ്മയുടെ ബുദ്ധി കൊള്ളാം. ഞാനിവിടെ ഇല്ലാത്ത സമയം നോക്കി ഇവരുടെ വിവാഹ നിശ്ചയം നടത്താൻ തീരുമാനിച്ചു അല്ലേ? ബുദ്ധി ദുർഗാമ്മയുടേതോ അതോ മംഗളപ്പച്ചിയുടെയോ? ആ, എന്തായാലും മുഹൂർത്തം തെറ്റണ്ട, വേഗം അറിയിക്കോ. ഞാനീ കേട്ടത് ശരിയാണ്. ശരിയാണോന്ന് എന്താ അമ്മ കേൾക്കുന്നത്? തുളസി പറഞ്ഞത് സത്യമാണോ? അത് അതെ അതേട്ടാ, അതുകൊണ്ടല്ലേ നമ്മള് പുതിയ ഡ്രസ് ഇട്ടത്. ഇനി വിശ്വാസം വന്നില്ലെങ്കിൽ ഇതാ നോക്ക് നമ്മുടെ വെഡിങ് റിംഗ്. അമ്മേ, അമ്മ എന്താ കരുതിയത്? ഞാനെന്താ കൊച്ചുകുട്ടിയാണെന്നോ? എന്റെ സമ്മതം ഇല്ലാതെയാണോ എന്നെ കൊണ്ട് എൻഗേജ്മെന്റ് നടത്തിക്കുന്നത്? അമ്മയ്ക്ക് നാണമില്ലേ? ആദ്യമായിട്ട പെണ്ണല്ലേ? ഒരു അരമണിക്കൂറത്തെ ഫംഗ്ഷൻ അല്ലേ ഉള്ളൂ. ഈ വെഡിങ് റിംഗ് ആദ്യമായിട്ട് എന്റെ പേരിലൊന്ന് ഇട്ടെന്നാ മാത്രം മതി. അവളുടെ ഒരു വെഡിങ് റിംഗ് നമ്മുടെ മോൻ പറഞ്ഞ കേട്ടില്ലേ നീ? സ്നേഹം പിടിച്ചു വാങ്ങേണ്ടത് ചതിയിലൂടെയല്ല. ആദിയുടെ വിവാഹം തീരുമാനിക്കേണ്ടത് ഞാനോ നീയോ അല്ല, ഇവനാ. അഥവാ അങ്ങനെ ഒരു ചടങ്ങ് നടക്കുന്നുണ്ടെങ്കിൽ ഒരച്ഛനെന്ന നിലയ്ക്ക് അത് ഞാനും കൂടെ അറിയണ്ടേ ദുർഗ? നിനക്ക് എന്നോടൊന്ന് മറച്ചു വെക്കാൻ തോന്നിയില്ല. പ്രസാദേട്ടാ, ഞാൻ അവരൊരുമിച്ച് കുടുംബക്ഷേത്രം. ഇനി അതൊരു പ്രാർത്ഥനയാണെങ്കിൽ പോലും ഞാൻ അറിയണം. അതിനാ കുടുംബ ബന്ധം എന്ന് പറയുന്നത്. ഇവള് ഇപ്പൊ ഇവിടെ വന്ന് ഈ വിവരം പറഞ്ഞില്ലായിരുന്നെങ്കിൽ ആദ്യം പോലും അറിയാതെ നീ ഈ വിവാഹ നിശ്ചയം നടത്തുമായിരുന്നില്ലേ? പ്രസാദേട്ടാ, ഞാൻ പറഞ്ഞില്ലേ, അത് കാര്യമായിട്ടൊന്നും ഉദ്ദേശിച്ചിട്ടല്ല. നിനക്കിത് വലിയ കാര്യമൊന്നും ആയിരിക്കില്ല. ഈ വിവാഹം എന്നൊക്കെ പറയുന്നേ ജീവിതത്തിലൊരു നാഴികക്കല്ല, നല്ലോണം ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനം. അത് പഴിച്ച പിന്നെ നേരെയാവില്ല. അതെ, ആദ്യം ആതിരെ കെട്ടുകയോ കെട്ടാതിരിക്കുകയോ എന്താന്ന് വെച്ചാ ചെയ്യട്ടെ. അതൊക്കെ നിങ്ങളുടെ കുടുംബകാര്യം. ഒന്ന് മാറിക്കേ. മാമ, ആ കയ്യൊന്ന് നീട്ടിയേ. ഒന്ന് പിടിച്ചേ.
ഒരാപത്തും വരില്ല. എന്നാ ഞാൻ ഇറങ്ങട്ടെ. പോയിട്ട് വാ. എന്നാലും അമ്മ എന്നോട് അമ്മേ, അമ്മയ്ക്ക് ഭ്രാന്ത. ഡോക്ടർ, കുഴപ്പം എന്തെങ്കിലും? ഏയ്, കുഴപ്പമില്ലെന്ന് മാത്രമല്ല, BP ഇപ്പൊ ഏതാണ്ട് നോർമൽ കണ്ടീഷനില്ല. പൾസ് റേറ്റും മാറ്റമുണ്ട്. ഇത്ര പെട്ടെന്ന് ഇത്രയും വലിയൊരു ചേഞ്ച് ശരിക്കും അത്ഭുതം തോന്നുന്നു. ഈശ്വരൻ രക്ഷിച്ചു. എന്തായാലും സാറ് ഭാഗ്യവാനാ. ഇങ്ങനൊരു മാറ്റം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഡോക്ടർ കൊടുത്ത മെഡിസിൻസ് ഒക്കെ കൃത്യമായിട്ട് കഴിക്കുന്നുണ്ട്. പിന്നെ വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ ഒട്ടും വിശപ്പ് കാണിക്കില്ല. ശ്രദ്ധിച്ചോളാം. കഴിഞ്ഞ തവണ ഇവിടെ വന്ന് പോകുമ്പോ സാറിന് ഇതിൽ വളരെ ബാഡായിരുന്നു. ഇനി ശരിയായിക്കോളും. ഓക്കെ ഓക്കെ, ശരി. ശരി. സർ, ചൂടുവെള്ളം. ആ, ഇപ്പോഴാ ഒരു ആശ്വാസമായത്. പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റം. ഡോക്ടർ പറഞ്ഞ പോലെ ശരിക്കും അത്ഭുതം തോന്നുക. കുടുംബക്ഷേത്രത്തിൽ വിളക്ക് തെളിയിക്കണം. ഗുരുവായൂർക്കൊരു ചുറ്റുവിളക്കും എന്റെ നേർച്ചയാ. ഇനി ചിലപ്പോ തുളസിമോളുടെ വ്രതം ഫലിച്ചതാവൂ. അതായിരിക്കാനാണ് സാധ്യത. വ്രതോ? ഏതോ ക്ഷേത്രത്തിൽ ചെന്ന് ഒറ്റക്കാലി തപസ് ചെയ്തു എന്ന് വെച്ചാൽ അസുഖം മാറുവോ? ഇത്രയ്ക്ക് അന്ധവിശ്വാസം പാടില്ല സാറേ. സാറൊന്ന് ഈ നൂറ്റാണ്ടിലല്ലേ ജീവിക്കുന്നത്? ചുറ്റുവിളക്ക് നേർന്നാൽ അസുഖം മാറുമെങ്കിൽ വ്രതമെടുത്താലും അസുഖം മാറും. ഓ, എന്നാ പിന്നെ ഡോക്ടർ എഴുതി തന്ന മരുന്ന് ഇനി മുതൽ കഴിക്കണ്ട. നമുക്ക് ഒരുമിച്ച് തപസ് ചെയ്യാൻ പോവാം, അല്ലേ ദുർഗേച്ചി? ഈ അന്ധവിശ്വാസം എന്നുള്ളത് മറ്റുള്ളവരുടെ കണ്ണിലല്ലേ, അല്ലാത്തവനെല്ലാം വിശ്വാസമാ. അതിന് ഏത് കാര്യത്തിലായാലും. നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തതിന് നമ്മൾ അന്ധവിശ്വാസം എന്ന് പേരിട്ട് വിളിക്കും. അന്ധമായി രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവനും അന്ധവിശ്വാസിയാണ്. അതേത് വിപ്ലവകാരിയാണെങ്കിലും. തോരൻ അടുപ്പത്ത് വെച്ചത് കരിഞ്ഞോ? അയ്യോ, കരിഞ്ഞ കഴിക്കാൻ പറ്റില്ല, വേഗം ചെല്ലും. അന്ധമായിട്ട് തുളസിയെ വിശ്വസിക്കുന്നതും അന്ധവിശ്വാസത്തിന്റെ ഗണത്തിൽ പെടില്ലേ? അവളോട് എനിക്കുള്ളത് വിശ്വാസമല്ല, സ്നേഹമാണ്. ആ സ്നേഹം അന്ധവിശ്വാസമാണെങ്കിൽ എനിക്കതാണ് ഇഷ്ടം. എന്തിനും ഏതിനും തുളസിയെ സപ്പോർട്ട് ചെയ്യുന്നോണ്ടാ സുലുവിന് പോലും പ്രസാദേട്ടന് ഒരു വിലയും ഇല്ലാത്തത്. സുലുവിന്റെ അംഗീകാരം നേടിയെടുക്കാൻ വേണ്ടി ഞാൻ എന്റെ മരുമകളെ തള്ളി പറയണമെന്നാണോ നീ പറയുന്നത്? പ്രസാദേട്ടൻ ആരുടെ മുമ്പിലും താഴാൻ പാടില്ല. അത് സുലുവിന്റെ മുമ്പിലായാലും തുളസിയുടെ മുമ്പിലായാലും. ഈശ്വര, എല്ലാം നാടകമാ. ചേച്ചിയെ മണ്ടിയാക്കാൻ വേണ്ടിയുള്ള തട്ടിക്കൂട്ട് നാടകം.
പ്രസാദേട്ടന് സാധാരണ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളൊന്നും ഇല്ലാത്തതാ. അതാ പറഞ്ഞത്. തുളസി തൃക്കോട്ടൂർ അമ്പലത്തിൽ ശിവതാണ്ഡവം ആടാൻ പോയതും അവിടെ യാഗം നടത്തി പ്രസാദ് സാറിന്റെ ജീവൻ രക്ഷിക്കാനായി എവിടുന്നോ അമൃത് കൊണ്ടുവന്നതും ഒക്കെ കെട്ടുകഥയാ. പ്രസാദ് സാറും തുളസിയും ആ ഡോക്ടറും ചേർന്നുണ്ടാക്കിയ വെറും കെട്ടുകഥ. എന്റെ ദുർഗേച്ചി പാവം അതെല്ലാം അങ്ങ് വിശ്വസിച്ചു. വ്രതം എടുത്ത അസുഖം മാറുമെങ്കിലേ ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ആദ്യം തുളസിയെ ഒന്നിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രസാദേട്ടന്റെ പ്ലേ ആയിരിക്കാം. ആയിരിക്കാൻ നല്ല ദുർഗേച്ചി ആണ്. എല്ലാവരും ചേർന്ന് ചേച്ചിയെ വിഡ്ഢിയാക്കുക. ദേ, ഇനിയെങ്കിലും ചേച്ചി സ്വന്തം നിലപാടിൽ നിന്നിട്ടില്ലെങ്കിൽ നാളെ ആദ്യം ആ അലവലാതി പെണ്ണിന്റെ കൈയും പിടിച്ച് ഇവിടെ കേറി വരുമ്പോഴേ അവളെ നിലവിളക്കം വെച്ച് സ്വീകരിക്കേണ്ടി വരും ചേച്ചി. ദുർഗ വിഡ്ഢിയല്ല, വിഡ്ഢിയായി അഭിനയിക്കുകയായിരുന്നു പ്രസാദേട്ടന് ഞാൻ മനസ്സിലാക്കി കൊടുക്കും. സുലു, എന്താ ചേച്ചി? ഈ കളിയുടെ അന്തിമ വിജയം ആർക്കാണെന്നറിയോ? ആ പെണ്ണിന് തന്നെ, തുളസിക്ക്. അല്ല, ദുർഗയ്ക്ക്. തുളസിയുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുന്ന വാളാണ് ഈ ദുർഗ. അതവൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ആദ്യ പോലും അറിയാതെ അവന്റെ വിവാഹം എനിക്കിഷ്ടപ്പെട്ട പെൺകുട്ടിയുമായിട്ട് ഞാൻ ഏത് നിമിഷവും നടത്തും. ആ കാര്യത്തിൽ ആദിക്കും അവന്റെ അച്ഛനും ഇപ്പൊ ഒരു സംശയം ഉണ്ടാവില്ല. ഉള്ളിലൊരു ഭയം, ഓർക്കുമ്പോ മാത്രം നടുങ്ങിപ്പോകുന്നൊരവസ്ഥ. അങ്ങനെ ഒരവസ്ഥയിലാണ് ആദ്യം പ്രസാദേട്ടനും ഇപ്പോ. തുളസി കൊണ്ടുവന്ന ആ ഏലസ് അറുത്തെറിയണം ചേച്ചി. നമുക്ക് നോക്കാലോ എന്താ സംഭവിക്കാൻ പോകുന്നേന്ന്. അവസരം വരും. പ്രസാദേട്ടൻ ഇനിയും തുളസിയെ സ്തുതിക്കാൻ തുടങ്ങിയാൽ ആ ഏലസിന്റെ സ്ഥാനം പിന്നെ പ്രസാദേട്ടന്റെ കയ്യിലായിരിക്കില്ല, ഇവിടുത്തെ അടുപ്പിലായിരിക്കും. എത്രയും വേഗം ആദ്യം മാതിരിയും തമ്മിലുള്ള വിവാഹം നടത്തണം. അവരായിരിക്കണം തുളസിക്കെതിരെ ഇനി കളിക്കേണ്ടത്. പക്ഷേ കടിഞ്ഞ അതെന്റെ കയ്യിൽ തന്നെ ആയിരിക്കും. ആദ്യേട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചാ ആദ്യേട്ട സത്യം പറയോ? ഞാൻ കള്ളം പറയാറില്ല. റിയലി? റിയലി. എങ്കി പറ, ആദ്യേട്ടന് ആരെയാ? ആദ്യേട്ടന് തുളസിയാണോ എന്നെയാണോ ശരിക്കും ഇഷ്ടം? തുളസിയെ. ആദ്യേട്ടാ, പിന്നെ ഞാൻ എന്തിനാ ആദ്യേട്ടന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നേ? അത് എന്റെ അമ്മയും നിന്റെ മാമൂസും പറഞ്ഞിട്ട്. അപ്പൊ ആദ്യേട്ടൻ എന്നെ ശരിക്കും ഇഷ്ടമല്ലേ? ഇഷ്ടമല്ലേന്ന് ചോദിച്ചാ ഈ കളിയും ചിരിയും തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഉള്ള ചിണുങ്ങലും എല്ലാ ആദ്യേട്ടന് ഇഷ്ടാണല്ലേ? ഇതൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അയ്യോ, നിന്ന് മോങ്ങാണ്ട് വരുന്നുണ്ടെങ്കിൽ വാ. ഇല്ല, ആദ്യേട്ടൻ എന്നെ ഇഷ്ടാന്ന് പറഞ്ഞാലേ ഞാൻ വരൂ. ആ, എന്നാ പിന്നെ നീ അവിടെ തന്നെ നിന്നോ, ഞാൻ പോവാം. ആദ്യേട്ടാ. അയ്യോ, ഇതെന്തിനാ കരയുന്നേ? നിങ്ങളൊരു കാഴ്ച കണ്ടിട്ടുണ്ടോ? എന്ത് കാഴ്ച? ഈ കഴുത എന്തോ കരഞ്ഞു തീർക്കുന്ന കാഴ്ച. ഇല്ല, ആ അതാണ് ഈ കാഴ്ച. ആദ്യേട്ടാ, എന്നെ കഴുതാന്ന് വിളിക്കുന്നു. തുളസി, ഇവൾക്ക് നല്ല ഇടി വെച്ചു കൊടുക്ക ആദ്യേട്ടാ. പിന്നെ ഓ, ഇയാളാണോ നിന്റെ യജമാനൻ? യജമാനൊന്നും അല്ല, എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാ. കഴുതയ്ക്കും കല്യാണോ? നിർത്തടി, നിനക്കെന്താ വകതിരിവില്ലേ? ആ, വകയുണ്ട്, തിരിവ് തീരെയില്ല. നിനക്ക് എന്നെ കണ്ട കഴുത എന്നാ തോന്നുന്നല്ലേ? ആ, ചിലർക്ക് തോന്നില്ലായിരിക്കും, പക്ഷെ മറ്റു പലർക്കും തോന്നും. അതുകൊണ്ടേ ആരെങ്കിലും പിടിച്ച് മൃഗശാലയിലാക്കിയെന്ന് വരും. നോക്കിയും കണ്ടൊക്കെ ജോഗിങ് നടത്തിക്കോ. ഇവിടെ അടുത്തൊരു മൃഗശാലയുണ്ട്. ഓ, അതെ, നീ സൂക്ഷിച്ചാ മതി. നിന്നെ കണ്ടാലേ അത് പിന്നെ ഡോഗ് അല്ല, മങ്കി. യെസ്, അതെ,
നിന്നെ കണ്ട മങ്കിയെ പോലുണ്ട്, നല്ല കൊരങ്ങനെ പോലുണ്ട്. അതെയോ? എന്നെ കാണാൻ അത്രയ്ക്ക് ഭംഗിയുണ്ടോ? ശ്ശോ, എനിക്ക് വയ്യ. എന്തേ തീർന്നോ? തീർന്നില്ല. നീ നോക്കിക്കോ, നിന്നെക്കാളും കഴിവുള്ളവളാ ആതിര. എന്തിന്റെ കാര്യത്തിലാണെന്ന് പറഞ്ഞില്ല. കാശിന്റെ ആണോ അതോ മണ്ടത്തരത്തിന്റെ ആണോ? നീ നോക്കിക്കോ, ഒരു മത്സരം വരട്ടെ, അപ്പൊ കാണിച്ചു തരാം ആതിര ആരാന്ന്. അതെ, ഒന്ന് നിന്നേ. ഈ യോധ സിനിമ എത്ര തവണ കണ്ടു? യോധയോ? എടാ ചെക്ക, ഇവക്ക് യോധ സിനിമ ഒന്ന് കാണിച്ചു കൊടുക്കണേ. ചെക്കനോ? നീ ആരെയാ ചെക്കനെന്ന് വിളിച്ചത്? ആ പറയടി, ആരെയാ വിളിച്ചേ? നിന്റെ ആദ്യേട്ടനെ തന്നെ. വഴക്കുണ്ടാക്കല്ലേ? അല്ല, ആദ്യമായിട്ട് ഇവിടെ എന്തെങ്കിലും മത്സരം വരാനുണ്ടോ? കാവിലെ പാട്ട് മത്സരം മതിയോ? ആ, പാട്ടോ ഡാൻസോ ചവിട്ട് നാടകോ എന്ത് കുന്തെങ്കിലും ആവട്ടെ, ആ മത്സരത്തെ നിന്നെ ഞാൻ തോൽപ്പിച്ചിരിക്കും. ചെക്ക്. ദേ ആദ്യമായിട്ട് വീണ്ടും ചെക്കാന്ന് വിളിക്കുന്നു. അയ്യോ, ചെക്കാന്നല്ല ചെക്കെന്നാ പറഞ്ഞേ. അതെ ആദ്യട്ടോ? അതെ. ഇതിനെ മേച്ചു കഴിഞ്ഞാലേ ഇവിടെ എവിടെങ്കിലും കെട്ടിയിടുവോ അതോ തൊഴുത്ത് കൊണ്ടേ കെട്ടിയിടുവോ? ആദ്യേട്ടാ വാ വാ. അതെ, ഒരിടത്തൊരു കർഷകനുണ്ടായിരുന്നു. ആ, അയാൾക്കൊരു കാളയും കഴുതയും ഉണ്ടായിരുന്നു. ആ, കുഴിമടിയത്തിയായിരുന്നു കഴുത. ആദ്യേട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ? ഞാൻ കള്ളം പറയില്ലെന്ന് പറഞ്ഞില്ലേ? എങ്കി പറ, എന്നെയാണോ ഇവളെയാണോ കാണാൻ കൂടുതൽ ഭംഗി? അത് ഭംഗിയൊക്കെ ഓരോരുത്തരുടെ മനസ്സിനല്ലേ. എന്നാ പറ, എന്റെ മനസ്സിനാണോ തുളസിയുടെ മനസ്സിനാണോ ഏറ്റവും ഭംഗി? അങ്ങനെ ചോദിച്ചാ തുളസിയുടെ മനസ്സിന്റെ ഭംഗി എല്ലാവർക്കും അങ്ങനെ കാണാൻ പറ്റില്ല. എന്റെയോ? അതെല്ലാവർക്കും എളുപ്പം മനസ്സിലാവും. നോക്കിക്കോ, ഒരു മത്സരം വരട്ടെ, തുളസിയെ ഞാൻ തോൽപ്പിച്ചിരിക്കും. അതെ, അത് കുറച്ച് വിഷമമായിരിക്കും. ഒരു വിഷമവുമില്ല. മത്സരത്തിൽ എന്നെ തോൽപ്പിക്കാൻ തുളസിക്ക് പറ്റില്ല. ഓട്ടമോ ചാട്ടമോ ഇവിടെ തീരുമാനിക്കട്ടെ എന്ത് വേണമെന്ന്. ബൈഡാ. ബൈ. ഏയ് എടാ, വാ. ആദ്യമായിട്ടാ ഒന്ന് പതുക്കെ. ഈ നീയാണോ തുളസിയായിട്ട് ഓട്ടം മത്സരം വയ്ക്കുന്നേ? ദേ, ഓട്ടത്തിലേ അവള് PT ഉഷയാ, PT ഉഷ. അയ്യോ, എന്നാലും ഞാൻ അവളെ ഓടി തോൽപ്പിക്കും, വിടില്ല ഞാൻ. അവളാകെ ചമ്മിട്ടുണ്ട്. എന്റെ അടുത്ത് അവളുടെ കളി. ഒന്ന് ഇരിക്കാടാ. ഇരിക്കാം, വാ. ഇരിക്കാം. അമ്മേ, നിന്നെ സമ്മതിച്ചു തുളസി. ഇത്രയും കാലമായിട്ടും ഇപ്പോഴാണോ നിനക്ക് എന്നെ സമ്മതിക്കാൻ തോന്നിയത്? ആ പാവ ആതിരെ വട്ടുപിടിപ്പിച്ച് കളഞ്ഞല്ലോ. പാവം ആതിരയോ? അവളാരാ, നിന്റെ കുഞ്ഞമ്മയുടെ മോളോ? അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ അവളുടെ ഭാഗത്ത് നിന്നേനെ. ആര് ചേർന്നിട്ടും കാര്യമില്ല, ഇവള് തനിച്ചു മതി, നിന്നോടും ആതിരയോടും ഒക്കെ. അവളെ ആ ആതിര, അവളാ പാവ ആദ്യ വട്ട് എളുപ്പിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി. പാവം ആദ്യോ? മനസ്സിലാവുന്നുണ്ട് നിന്റെ പോക്ക് എവിടേക്കാന്ന്. ഒട്ടും അങ്ങോട്ട് സഹിക്കുന്നില്ലല്ലേ? ഓടി അവിടെ നിന്ന്. ഇന്ന് കൊറേ ഓടിയല്ലേ. ഞാൻ ഒരു റൗണ്ടും കൂടെ ഓടാൻ പോവാ. ആരെങ്കിലും വരുന്നുണ്ടോ? എനിക്ക് വയ്യായില്ല. നീ പോകുന്നുണ്ടോ? ഇന്ന് ഞാനും ഒരു റൗണ്ട് ഓടിയിട്ട് വരാം. ഓക്കെ എന്നാ. ഓക്കെ, ബൈ. ഹലോ. ഇന്നെന്താ നേരത്തെ നിർത്തിയോ? ആ മരമോന്ത കണ്ടപ്പോ മതിയാക്കാൻ തോന്നി. ഏതാ അങ്ങനൊരു മരമോന്ത? ദുർഗമ്മയുടെ പുതിയ ഇറക്കുമതിയില്ലേ, ഏത് വഴിക്ക് തിരിഞ്ഞാലും അപ്പ പ്രത്യക്ഷപ്പെടും. അമേരിക്കൻ ഭഗവതി. ആതിരയോ? ആ ആതിര തന്നെ. ആദ്യം അവളും കൂടി ജോഗിങ്ങിന് ഇറങ്ങിയത് കണ്ടു കാണുമല്ലേ? ആ, ദുർഗമ്മ ആ കഴുതി ആദ്യയുടെ വാലിൽ പിടിച്ച് കെട്ടിയിരിക്കല്ലേ. നീ വലിയ സൂത്രശാലിയും തന്ത്രശാലിയും ഒക്കെ ആണെന്നാണല്ലോ പറച്ചില്. എന്നിട്ട് നീ വിചാരിച്ചിട്ട് അവിടെ ഒന്ന് ഓടിക്കാൻ കഴിയുന്നില്ലേ? കഷ്ടം. അതിനെ അവളെ ഇവിടുന്ന് ഓടിക്കണമെന്ന് ഞാൻ വിചാരിച്ചില്ലല്ലോ ജയേട്ടാ. അതെന്താ നിനക്ക് അങ്ങനൊരു ആലോചന വരാത്തത്? ദുർഗമ്മയുടെ മകന് വേണ്ടി അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത സാധനമല്ലേ, അവര് തന്നെ അനുഭവിക്കട്ടെ. ആ പാവം ആദ്യ ഇതിന്റെ ഇടയിൽ കിടന്ന് വിഷമിക്കുന്നത്. ആദ്യം പിന്നെയും പാവം, തുളസിയാണെങ്കിൽ ദുഷ്ടത്തെയും. എന്നാര് പറഞ്ഞു? എന്റെ ഫ്രണ്ട്സൊക്കെ ഇപ്പൊ തന്നെ പറയുന്നു ആദ്യ പാവമാണെന്നു. അതേ മോളെ,
ആദ്യ പാവ പഞ്ചപാവം. അവനൊരാണല്ലേ, ഇങ്ങനെ പാവാൻ പാടുണ്ടോ? ഏതാണ്ട് ഈ അച്ഛന്റെ അതേ പാവത്താണ് അവനും. ഉം. ഇനി ഞാനൊരു സീക്രട്ട് ചോദിക്കട്ടെ. ഉം. എന്താ? ആദ്യ ശരിക്കും അച്ഛന്റെ മോനല്ലേ? പറ. ഓടി. കോൺസ്റ്റബിൾ അപ്പുക്കുട്ടൻ സ്റ്റേഷനിലേക്കാണോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അതെ. എന്നാ വേഗം വിട്ടോ. ശരി മാഡം. എന്താ? പ്രസയെ ഒന്ന് കാണണം. എന്തിന്? ഒരു പേപ്പർ സൈൻ ചെയ്യിക്കാനുണ്ട്. എന്ത് പേപ്പർ? ഒഫീഷ്യൽ കാര്യമാണ്. മുമ്പ് ഇതുപോലൊരു ഒഫീഷ്യൽ കാര്യമായിട്ട് വന്നിട്ട് പ്ലാൻ ചെയ്ത് എന്താണെന്ന് എനിക്കറിയാം. ദുർഗേച്ചി, അത് ജയം മറന്നാലും എനിക്കത് ഓർമ്മയുണ്ട്. തുളസിയെ തൃക്കോട്ടൂർ അമ്പലത്തിലേക്ക് പറഞ്ഞയക്കാനുള്ള ഡിസ്കഷൻ. സത്യം പറഞ്ഞാ എന്റെ തെറ്റിദ്ധാരണയായിരുന്നു എല്ലാം എന്നല്ലേ? അതെ. എന്റെ ധാരണയെ തിരുത്താൻ നിൽക്കാതെ പോകുന്നതായിരിക്കും ജയന് നല്ലത്. പ്രസയെ കണ്ട് പേപ്പർ സൈൻ ചെയ്യിക്കണം. ഇത് DGPയുടെ ഓർഡറാണ്. ജയൻ ഇതും ഇതിനപ്പുറവും പറയും. ദുർഗേച്ചി, അങ്ങനെ പറയരുത്. ഇത് ഒഫീഷ്യൽ ഫയലാണ്. ACP സൈൻ ചെയ്ത് ഇന്ന് തന്നെ DGPക്ക് അയക്കേണ്ടതാണ്. ആ ACP നല്ല ഉറക്കത്തിലാണെന്ന് പറ. പ്രസ ഉറക്കത്തിലാണോ? അതെ. എന്നാ ഞാൻ വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. സൈൻ ഇല്ലാതെ തിരിച്ചുപോയാ അതെന്റെ ജോലിയെ ബാധിക്കും. കൃത്യനിർവഹണം ചെയ്യാത്തതിന് ജയനെ സസ്പെൻഡ് ചെയ്യോ? ചിലപ്പോ പണിഷ്മെന്റ് ട്രാൻസ്ഫർ വരെ കിട്ടിയേക്കും. എങ്കിൽ ജയനെ പണിഷ് ചെയ്യട്ടെ. അങ്ങനെയെങ്കിലും നിങ്ങളും നിങ്ങളുടെ മോളും ഈ നാട്ടിൽ നിന്ന് പോയി കിട്ടുമല്ലോ. ദുർഗേച്ചി, വാശി തീർക്കാനുള്ള സമയമല്ലത്. എന്റെ മാത്രമല്ല, സൈൻ ചെയ്യാതെ തിരിച്ചു തന്നാൽ അത് പ്രസയെയും ബാധിക്കും. ആ ബാധയെ എങ്ങനെ ഒഴിവാക്കണമെന്ന് പ്രസാദേട്ടന് അറിയാം. അതുകൊണ്ട് ജയൻ വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോകാൻ നോക്ക്. എന്നിട്ട് അവിടുന്ന് വേറെ ഏതെങ്കിലും ഒരു പോലീസുകാരനെ ഇങ്ങോട്ട് പറഞ്ഞയക്ക്. ACPയുടെ സൈൻ ഞാൻ വാങ്ങിച്ചു കൊടുത്തോളാം. ഇത് എന്റെ ഡ്യൂട്ടിപ്പെട്ട കാര്യമാണ്. വേറെ ആർക്കും ഇതിൽ ഉത്തരവാദിത്വമില്ല. അതെയോ? അത് നന്നായി. എന്നാ പിന്നെ ജയൻ വേഗം ചെല്ല്. എന്നിട്ട് ആ പണിഷ്മെന്റ് ട്രാൻസ്ഫറിന്റെ ഓർഡറും വാങ്ങിച്ചിട്ട് ആ തലതെറിച്ചവളെയും കൊണ്ട് എവിടേക്കെങ്കിലും നാടുവിടാൻ നോക്ക്. ദുർഗേച്ചി, ഇവിടെ നിന്ന് വിയർത്തിട്ട് ഒരു കാര്യമില്ല. ഇന്ന് ഈ വീട്ടിൽ നിന്ന് ACP പ്രസാദ് സൈൻ ചെയ്ത ഫയലുമായിട്ട് ജയൻ പോവില്ല. തുറന്നിട്ടാ ഇതുപോലെ വല്ലവരും വലിഞ്ഞേറി വരും.